നാളെ ആരംഭിക്കും ആ നല്ല കാലം. എല്ലാ പ്രാരാബ്ധങ്ങളും എല്ലാ ദുഃഖദുരിതങ്ങളും മാറി ഈ നക്ഷത്രജാതകർക്ക് ഒരു നല്ല കാലം പിറക്കുകയാണ്. ഇനി സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും കാലഘട്ടം. വരാനിരിക്കുന്നത് അത്ഭുതപ്പെടുത്തുന്ന നേട്ടങ്ങളുടെ സമയം. ആ നക്ഷത്രജാതകരെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാൻ പോകുന്നത്. ഓരോ നക്ഷത്രത്തിനും ചെയ്യാവുന്ന കാര്യങ്ങൾ ആ നക്ഷത്രത്തിന് വിധിച്ചിട്ടുള്ള നക്ഷത്ര മുഹൂർത്തത്തിലും അനുഷ്ഠിക്കാവുന്നതാണ്, പ്രവർത്തിക്കാവുന്നതാണ്. ഓരോ നക്ഷത്രത്തിലും ജനിച്ചവർ അവരുടെ കുടുംബക്ഷേത്രത്തിൽ ദേവതാദേവന്മാരെ വന്ദിക്കേണ്ടതാണ്. ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിലെത്തുന്ന, ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടുന്ന നക്ഷത്രജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം. അന്നപൂർണേശ്വരിയും അഭിഷ്ടവരദായിനിയും ത്രിപുരസുന്ദരിയും പ്രഹ്ലാമുഖിയും സകല ചരാചരങ്ങൾക്കും അഭയകേന്ദ്രമായി വാണരുളുന്ന ശാന്തസ്വരൂപിയും ഭദ്രയും ശക്തിസ്വരൂപിണിയുമായ അമ്മ മുത്തുമാരിയമ്മയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും. ഇവിടെ വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നടത്തുന്ന പ്രത്യേക പൂജയിൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും പങ്കെടുപ്പിക്കും. പേരും ജന്മനക്ഷത്രവും ഇപ്പോൾ തന്നെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. കുടുംബ ഐശ്വര്യത്തിനും ആയുരാരോഗ്യ സൗഖ്യത്തിനും സമ്പൽ സമൃദ്ധിക്കും ജീവിത വിജയത്തിനും മംഗല്യ സൗഭാഗ്യത്തിനും ഇഷ്ടസന്താന ലബ്ധിക്കും അമ്മ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നേതിച്ച് പൂജ ചെയ്യുമ്പോൾ നിങ്ങളെയും ഉൾപ്പെടുത്തും. നിങ്ങളുടെ ജീവിതത്തിൽ അതൊരു വലിയ മാറ്റത്തിന് കാരണമാകും. ജാതകത്തെ അനുസരിക്കുകയും അനുവർത്തിക്കുകയും ഭാഗ്യത്തെയും പൗരുഷത്തെയും ചേർത്തിണക്കാൻ കഴിയുന്ന ഏതൊരു ജാതകനും വളരെ ഉയർച്ചയിലെത്താൻ സാധിക്കും. ഇവിടെ ഈ നക്ഷത്രജാതകരുടെ നല്ല സമയം തെളിയുകയായി. സകലവിധ പ്രാരാബ്ധങ്ങളും സകലവിധ ദുഃഖദുരിതങ്ങളും മാറി ഈ നക്ഷത്രജാതകർക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നു. ഭാഗ്യമാണ്, നേട്ടമാണ്, സർവൈശ്വര്യമാണ്. അങ്ങനെ ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിലെത്തുന്ന, ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടാൻ കഴിയുന്ന ആ നക്ഷത്രജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം. ഇവർക്ക് സംഭവിക്കുന്ന വലിയ വലിയ മാറ്റങ്ങളെക്കുറിച്ചറിയാം. നാളെ മുതൽ ആരംഭിക്കും ഇവരുടെ നല്ല കാലം. ആ നക്ഷത്രജാതകരിൽ ആദ്യത്തെ നക്ഷത്രം അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രജാതകർക്ക് ഭാഗ്യമുണ്ട്, ധനപരമായ നേട്ടമുണ്ട്. മനഃശാന്തി ആഗ്രഹിക്കുന്ന, ശാന്തത ഇഷ്ടപ്പെടുന്ന ഈ നാളിന് ഇനി സൗഭാഗ്യ സമ്പന്നതയിൽ എത്താൻ സാധിക്കും. എല്ലാ പ്രാരാബ്ധങ്ങളും എല്ലാ ദുഃഖദുരിതങ്ങളും നീങ്ങി അശ്വതി നക്ഷത്രജാതകർക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നു. ഭാഗ്യമാണ്, നേട്ടമാണ്, സർവൈശ്വര്യമാണ്. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും നീങ്ങുകയാണ് അശ്വതിയുടേത്. അശ്വതിക്ക് ധാരാളം ധനം വന്നു ചേരും. ഒരു ലോട്ടറി ഭാഗ്യം കാണുന്നുണ്ട്. വിദേശത്ത് പോകാനും വിദേശത്ത് നല്ല നിലയിൽ എത്തിച്ചേരുവാനുമുള്ള യോഗം അശ്വതി നക്ഷത്രജാതകർക്ക് വന്നു ചേരും. ഇവർ ആഗ്രഹിക്കുന്ന ജോലി, ആഗ്രഹിക്കുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും നടന്നു കിട്ടും. ശ്രീ മുത്തുമാരി അമ്മയുടെ അനുഗ്രഹം ഈ നക്ഷത്രജാതകർക്ക് ഒപ്പമുണ്ട്. ഗുരുവായൂരും ദർശനം നടത്തണം. അവിടെ വഴിപാടുകൾ നടത്തി മുന്നോട്ട് പോവുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും എല്ലാ സമ്പൽ സമൃദ്ധിയും ഇനി വന്നു ചേരും. നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെയും നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധ്യമാകും. ശിവക്ഷേത്രത്തിലും ദർശനം നടത്തണം. നിങ്ങളൊരു ശിവഭക്തനാണ് എങ്കിൽ ഓം നമഃ ശിവായ എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കണേ. രണ്ടാമത്തെ നക്ഷത്രം രോഹിണിയാണ്. ഐശ്വര്യവും സ്ത്രീത്വവും ജന്മസിദ്ധമാണ് ഈ നക്ഷത്രജാതകർക്ക്. രോഹിണി നക്ഷത്രജാതകർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും അവിടെ പാൽപ്പായസം നടത്തി പ്രാർത്ഥന നടത്തുകയും ചെയ്യുക. എല്ലാ പ്രാരാബ്ധങ്ങളും എല്ലാ ദുഃഖദുരിതങ്ങളും ഒഴിഞ്ഞ് നിങ്ങൾക്കിനി രക്ഷപ്പെടാൻ സാധിക്കും. അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും സർവൈശ്വര്യത്തിലേക്കുമാണ് നിങ്ങളെത്തുന്നത്. കഷ്ടതകൾ ഒക്കെ അവസാനിക്കുന്നു. ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും എല്ലാ ദുഃഖദുരിതങ്ങളും മാറി രോഹിണിക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നു. അടുത്ത നക്ഷത്രം, മൂന്നാമത്തെ നക്ഷത്രം മകയിരം നക്ഷത്രമാണ്. മകയിരം നക്ഷത്രം എനിക്ക് സൗഖ്യത്തെ നൽകട്ടെ എന്ന് അഥർവവേദം പ്രാർത്ഥിക്കുന്നു. ശാന്തിയും സമാധാനവും സൗഖ്യവും കൈവരിക്കാൻ ഈ നാളുകാർക്ക്
കഴിവുണ്ട്. ഇനി ഇവരുടെ ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സമൃദ്ധിയുടെയും സമയം തന്നെയാണ്. എല്ലാ ദുഃഖ ദുരിതങ്ങളും മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഇവർ എത്തിച്ചേരും. ഇനി നേട്ടം ഒരുപാട് കൊയ്യുവാൻ ഇവർക്ക് സാധ്യമാകും. അടുത്ത നക്ഷത്രം പൂയമാണ്. പൂയൻ നക്ഷത്രത്തിൻ്റെ രൂപം അസ്ത്രത്തിൻ്റേതാണെന്നും വാൾക്കണ്ണാടിയുടേതാണെന്നും പറയപ്പെടുന്നു. ദേവഗുരുവായ ബൃഹസ്പതിയാണ് പൂയൻ നക്ഷത്രക്കാരുടെ ദേവത. എല്ലാ നക്ഷത്രങ്ങളിൽ വച്ചും ഏറ്റവും ശ്രേഷ്ഠമായ നക്ഷത്രമാണ് പൂയം. കർക്കിടക ലഗ്നവും പൂയൻ നക്ഷത്രവും യോജിച്ചു വരുന്ന സമയം ജനിക്കുന്നത് പിതൃമരണത്തിന് കാരണമായി തീരും എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇവിടെ പൂയത്തിന് സമാധാനവും സന്തോഷവും വന്നു ചേരും. ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നാളെ മുതൽ ഇവരുടെ ജീവിതത്തിൽ നടന്നു കിട്ടും. അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും ഇവർ എത്തുന്നു. ഭാഗ്യമാണ്, ഉയർച്ചയാണ്. നിങ്ങളൊരു പൂയൻ നക്ഷത്ര ജാതകനാണ് എങ്കിൽ ഓം നമഃ ശിവായ എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കണേ. പൂയൻ നക്ഷത്രം പാദദോഷമുള്ള നക്ഷത്രമാണെങ്കിലും ഭാഗ്യം ഏറെയാണ്. ശാരീരിക സൗന്ദര്യവും മാനസിക സൗന്ദര്യവും ഉള്ളവരാണ്. 5ാമത്തെ നക്ഷത്രം മഖമാണ്. കഴിവതും ഒതുങ്ങിയ ജീവിതം, ഈശ്വരഭക്തിയും ഗുരുഭക്തിയും ഉള്ളവർ, ലാളിത്യവും സമാധാനവും ആഗ്രഹിക്കുന്നവർ, അസത്യവാന്മാരെ വെറുക്കുന്നു. ഭാഗ്യമുണ്ടാകും, ലോട്ടറി അടിക്കും. ഇനി ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടാൻ ഇവർക്ക് കഴിയും. അടുത്ത നക്ഷത്രം ആയില്യമാണ്. ആയില്യത്തിനും ഇത് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും ഒക്കെ സമയമാണ്. എല്ലാ കഷ്ടതകളും അവസാനിച്ച് ഒരുപാട് നേട്ടത്തിലേക്ക്, ഭാഗ്യത്തിലേക്ക്, ഉയർച്ചയിലേക്ക് ഇവർ എത്തിച്ചേരുന്നു. കുതിച്ചുയരുക എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഇവിടെ സംഭവിക്കുന്നതും ഈ നക്ഷത്ര ജാതകർക്ക് ഇത് തന്നെയാണ്. ആയില്യം രക്ഷപ്പെടുക തന്നെ ചെയ്യും. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ആയില്യത്തിന് ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനുമേൽ ഒന്നായി വന്നു ചേരും. അത്രയധികം ഭാഗ്യത്തിലേക്ക്, നേട്ടത്തിലേക്ക്, സർവൈശ്വര്യത്തിലേക്ക് ഇവർ എത്തുന്നു. അടുത്ത നക്ഷത്രം അത്തമാണ്. സൂര്യനാണ് നക്ഷത്രദേവത. എല്ലാത്തിലും പൂർണ്ണത ആഗ്രഹിക്കുന്നവർ, അധ്വാനശീലർ, സദാസമയവും അല്പം മാത്രം ഭക്ഷിക്കുന്ന സ്വഭാവം. ദേവഗണ നക്ഷത്രമായതിനാൽ ദാനശീലരും ലാളിത്യമുള്ളവരും ബുദ്ധിമാനുമായിരിക്കും. ഭാഗ്യം കടാക്ഷിക്കും. ലോട്ടറി ഇവർക്കടിക്കും. അത്തത്തിന് അത്രയധികം ഭാഗ്യമാണ്, നേട്ടമാണ്. അടുത്ത നക്ഷത്രം രേവതിയാണ്. ധനിക എന്നാണ് രേവതി എന്ന പദത്തിനർത്ഥം. സാമ്പത്തിക സൗഖ്യവും നല്ല ഒരു വ്യക്തിത്വവും ഇവരുടെ പ്രത്യേകതയാണ്. സ്നേഹിച്ചാൽ അങ്ങേയറ്റം സ്നേഹിക്കുകയും വെറുത്താൽ അങ്ങേയറ്റം വെറുക്കുകയും ചെയ്യുന്നതാണിവർ. ദയാലുക്കളാണ് ഇവർ. ഭരണങ്ങളിലും സുഗന്ധദ്രവ്യങ്ങളിലും താൽപ്പര്യമുള്ളവർ. ഇവർക്കും ഇത് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സമയമാണ്. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഇവർക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അത്രയധികം ഭാഗ്യത്തിലേക്ക്, നേട്ടത്തിലേക്ക്, സർവൈശ്വര്യത്തിലേക്കാണ് ഇവരെത്തുന്നത്. ഇവർ രക്ഷപ്പെടുക തന്നെ ചെയ്യും. ഇനി ഭാഗ്യമാണ്, നേട്ടമാണ്, സർവൈശ്വര്യമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി, നമസ്കാരം.